ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് നവ ഉദാരവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത്. ആഗോളവൽക്കരണ നയത്തിന്റെയും നവ ഉദാരവൽക്കരണ നയത്തിന്റെയും പ്രത്യേകത, പ്രതിബദ്ധത ജനങ്ങളിൽ ഭൂരിപക്ഷത്തോടല്ല, ഒരു ചെറു ന്യൂനപക്ഷമായ കോർപ്പറേറ്റുകളോടാണ്, അതിസമ്പന്ന വിഭാഗത്തോടാണ്. അതാണ് ആഗോളവൽക്കരണ നയത്തിന്റെ പ്രത്യേകത. ആ നയമല്ല നമ്മളിവിടെ നടപ്പാക്കുന്നത്. ആ നയത്തിന്റെ വ്യത്യസ്തമായ ഒരു ബദൽ നയം. ആ ബദൽ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ സാഹിത്യപ്രായമായത്. അതിന്റെ ഭാഗമായിട്ടാണ് നാം പറയുന്നത് കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുക എന്നത്. നവകേരളം ഒരു സങ്കല്പമല്ല, ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അസാധ്യമായൊരു കാര്യമല്ലത്. അതിദാരിദ്ര്യം നാം മാറ്റിക്കഴിഞ്ഞു. അതിദാരിദ്ര്യമുക്തമായ നാടായി നമ്മുടെ നാട് മാറി. ദാരിദ്ര്യമുക്തമല്ല, അതിദാരിദ്ര്യമുക്തമായി. ഇനിയും നമുക്ക് മുന്നേറാനാവും. നാടും ജനങ്ങളും അതാഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി ഇത്തരം കാര്യങ്ങൾക്ക് നാടിന്റെയും ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നത്. ആ പിന്തുണ നവകേരള സൃഷ്ടിക്കായി ഇനിയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.